हाँ, इसका 100 रुपया 200 चल चल ले नहीं, इसका। नहीं, नहीं, नहीं। केरला का लोग बहुत पैसे वाला होता है चल ले ये രാവിലെ പല്ലുകൂടെ തേക്കാതെയാണ് ബാൽക്കണിയിലേക്ക് വന്നത്. രാത്രിയുടെ ഇരുട്ടിൽ ഭീകരമായി തോന്നിയിരുന്ന പ്രദേശമാകെ ശാന്തസുന്ദരമായ താഴ്വരയായി മാറിയിരിക്കുന്നു. നല്ല തണുപ്പ് അനുഭവപ്പെടുന്നുണ്ട്. ദൂരെയായി ചെറിയ ചെറിയ ഹോട്ടലുകളും ഡാബകളും കാണാം. മാണ്ടിയേക്കും കുല്ലൂനും ഇടക്കുള്ള ചെറിയ ഒരു ജനവാസ കേന്ദ്രം. ബിയാസ് അവളുടെ കൈവളകൾ വെള്ളാരം കല്ലുകളിൽ തട്ടി താഴ്വാരം ലക്ഷ്യമായി ഒഴുകിക്കൊണ്ടിരുന്നു. മഴക്കാലത്ത് രുദ്രരൂപിണിയാകുന്ന ഇവൾ ഇപ്പോൾ വളരെ ശാന്തമാണ്. അതിരാവിലെ തന്നെ കലപില കൂട്ടുന്ന പക്ഷികളും ബിയാസ് നദിയുടെ ആരവമൊക്കെയായി നല്ല എനർജിക് ആംബിയൻസ്. കുറെ നേരം എല്ലാം മറന്ന് അങ്ങനെ നിന്നുപോയി. പ്രതിപേട്ടന്റെ വിളി വന്നു കഴിഞ്ഞു. പെട്ടെന്ന് എന്താ ബുദ്ധിമുട്ട് രാവിലെ തന്നെ ബോൾ ഉണ്ടാക്കുന്നത്? ഹെൽമെറ്റ് മാറിപ്പോലെ, ഹെൽമെറ്റ് മാറിപ്പോയി ബുദ്ധിമുട്ട്. കുളിച്ചു വരുമ്പോഴേക്കും പ്രതിപേട്ടനും സുരേഷും പോകാൻ തയ്യാറായി നിൽക്കുന്നുണ്ടായിരുന്നു. റെഡി? സുരേഷ് എന്തോ രാവിലെ തന്നെ ഭയങ്കര സന്തോഷമായി. കിഷോർ തന്ന ചൂട് ചായ നമ്മൾ നന്നായി ആസ്വദിച്ചു. ഓരോ സ്ഥലത്തെയും ചായക്ക് പ്രത്യേകം രുചികളാണ്. ഉയരം കൂടിയതുകൊണ്ടായിരിക്കാം ഈ ചായക്ക് നല്ല രുചി. ആവി കുറച്ച് കുറവുണ്ട്. ഇതാണ് നമ്മൾ ഇന്നലെ രാത്രി തങ്ങിയ മാണ്ഡ്യയിലെ രാം പഞ്ചാബി തഡ്ക ഹോട്ടൽ. ഇവിടെ നിന്നും ടക്കോളി ടോൾ പ്ലാസയിലേക്ക് അധികം ദൂരമില്ല. എല്ലാവരും പുറപ്പെടാനുള്ള തയ്യാറെടുപ്പിലാണ്. മങ്കി റോപ്പ് കൊണ്ട് ലഗേജൊക്കെ കാരിയറിനോട് വലിച്ചു കെട്ടി. ഇപ്പോൾ സമയം രാവിലെ 8:30. സ്നേഹാലുക്കളായ കിഷോറിനോടും ഹോട്ടലിലെ മറ്റു ജീവനക്കാരോടും യാത്ര പറഞ്ഞ് ഞങ്ങൾ മാണ്ടിയിൽ നിന്നും പുറപ്പെട്ടു. മനാലിയാണ് അടുത്ത ടാർഗറ്റ്. ഇത് മാണ്ടി കുല്ലു ബോർഡറിലുള്ള ടക്കോളി ടോൾ പ്ലാസ. മനാലിയിലേക്ക് ഇനിയും 60 കിലോമീറ്ററോളം ഓടാനുണ്ട്. ഹിമാചലിലെ കാർഷിക വിഭവങ്ങളുടെ ട്രാൻസ്പോർട്ടിംഗ് ചണ്ഡീഗഡ് മനാലി ഹൈവേയിലെ ഇത്തരം ടോൾ പ്ലാസകളിലൂടെ നല്ലൊരു വരുമാനം ഇരു ഗവൺമെൻറ്റുകൾക്കും നേടിക്കൊടുക്കുന്നു. ഹിമാചലിലെ ആപ്പിൾ വളരെ പ്രസിദ്ധമാണ്. ഇവിടുത്തെ ഐഡന്റിറ്റി തന്നെ ആപ്പിളാണ്. ആപ്പിൾ കൂടാതെ പ്ലംസ്, പിയർ, പീച്ച്, ആപ്രിക്കോട്ട്, ലോക്വാറ്റ്, പെർസിമോൺ എന്നീ ഫലങ്ങൾ സമൃദ്ധമായി വളരുന്നു. ഫ്രൂട്ട് ബോൾ ഓഫ് ഇന്ത്യ, ഇന്ത്യയുടെ പഴക്കൊട്ട എന്ന വിശേഷണം തന്നെ ഹിമാചൽ പ്രദേശിന് വന്നു ചേരാൻ കാരണം ഇവിടുത്തെ പഴവർഗ്ഗങ്ങളുടെ വൈവിധ്യവും സമൃദ്ധിയുമാണ്. ഹിമാചലുകാരിൽ 90% കൃഷി ഉപജീവനം ചെയ്തു ജീവിച്ചു വരുന്നവരാണ്. ധാന്യവർഗ്ഗത്തിൽപ്പെട്ട വീറ്റ്, റൈസ്, ബാർലി, ചോളം, വിവിധയിനം പയർവർഗ്ഗങ്ങളും പൊട്ടറ്റോ, കടുക് എന്നിവയും ഇവിടുത്തെ പ്രധാന വിളകളാണ്. കാലാവസ്ഥയിൽ ഉണ്ടാകുന്ന വ്യതിയാനങ്ങളും ഭൂപ്രകൃതിയും ഇവയെ വളരെ സ്വാധീനിക്കുന്നു. കസോളിലേക്കുള്ള ഡയറക്ഷൻ സൈൻ കണ്ടു. ആദ്യം നമ്മൾ ഈ ട്രിപ്പ് പ്ലാൻ ചെയ്തത് കസോളിലേക്കായിരുന്നു. കസോളിൽ ധാരാളം ട്രെക്കിംഗ് പോയിന്റുകളുണ്ട്. പാർവതി വാലിയിലുള്ള മലാന വില്ലേജ് പോലുള്ള ഒട്ടനവധി മിസ്റ്റീരിയസ് ആയ ഹിമാചൽ ഗ്രാമങ്ങൾ ഇവിടെ നിങ്ങൾക്ക് കാണാനാകും. ഇവിടുന്ന് വലത്തോട്ട് പോയാൽ കസോളിലെത്താം. ഇടത്ത് ബുന്ദർ ഡൊമസ്റ്റിക് എയർപോർട്ടിലേക്കുള്ള റോഡ്. ഇത് പാർവതി വാലിയിൽ കൂടി ഒഴുകി വരുന്ന പാർവതി നദിക്ക് കുറുകെയുള്ള ജിയ ആർച്ച് ബ്രിഡ്ജ്. പാലത്തിന് മുകളിൽ വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നത് നിയമവിരുദ്ധമായതിന് നമ്മൾ പെട്ടെന്ന് തന്നെ അവിടുന്ന് സ്ഥലം വിട്ടു. പ്ലാസയിൽ നിന്നും നമ്മൾ 40 കിലോമീറ്ററോളം ഓടിയിരിക്കുന്നു. വെയിൽ ഉണ്ടായിരുന്നെങ്കിലും നല്ല തണുപ്പ് അനുഭവപ്പെടുന്നുണ്ട്. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും തന്നെ കഴിച്ചിരുന്നില്ല. നന്നായി വിശക്കാനും തുടങ്ങിയിരുന്നു. കിഷോറിന്റെ കാലി ചായ മാത്രമായിരുന്നു വയറ്റിൽ ഉണ്ടായിരുന്നത്. മാണ്ടി മുതൽ ബിയാസ് നദി നമ്മുടെ കൂടെയുണ്ട്. ബിയാസിന്റെ തീരത്തും മലമുകളിലുമായി അഡ്വഞ്ചർ സ്പോർട്സിന്റെ ധാരാളം ബുക്കിംഗ് കൗണ്ടറുകൾ കാണാം. പാരാഗ്ലൈഡിംഗ്, റിവർ റാഫ്റ്റിംഗ്, റോക്ക് ക്ലൈംബിംഗ്, ട്രെക്കിംഗ്, സ്കീയിങ്, ക്യാമ്പിംഗ് എന്നിവയ്ക്ക് പ്രസിദ്ധമാണ് കുല്ലു മനാലി.
റോഡ് സൈഡിൽ കണ്ട ഒരു റെസ്റ്റോറൻറ്റിൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായി നമ്മൾ ബൈക്ക് നിർത്തി. ജംദാഗ്നി ഭോജനാലയ, പേരൊക്കെ വളരെ ഗംഭീരം. ബാബേലി നാഷണൽ പാർക്കിന് സമീപത്തായാണ് ഈ ഹോട്ടൽ. നമ്മൾ ഹോട്ടലിന്റെ അകത്തേക്ക് കയറി. ഓഫ് സീസൺ ആയതുകൊണ്ടായിരിക്കാം ഇവിടെ കസ്റ്റമേഴ്സ് ആരും തന്നെ ഉണ്ടായിരുന്നില്ല. നമ്മുടെ ശബ്ദം കേട്ട് അകത്ത് നിന്ന് സുന്ദരിയായ ഒരു ചേച്ചി പുറത്തേക്ക് വന്നു. അവർ ചടുലമായ ഹിന്ദിയിൽ എന്തൊക്കെയോ സംസാരിച്ചുകൊണ്ടിരുന്നു. മലയാളികളെ കുറിച്ച് പുകഴ്ത്തിയാണ് പുള്ളിക്കാരിയുടെ സംസാരം. ഇത് അവരുടെ കച്ചവട തന്ത്രം മാത്രമാണെന്ന് ആർക്കും മനസ്സിലായി. അവർ തന്ന ചൂട് മോമോസ് പുൽത്തകിടയിലുള്ള പ്ലാസ്റ്റിക് ചെയറിൽ ഇരുന്ന് കഴിച്ചു. ഇളവെയിൽ കൊണ്ട് ചായയും മോമോസും നന്നായി എൻജോയ് ചെയ്തു. ഇവിടുത്തെ മോമോസിന് നല്ല രുചിയാണ്. ഈ വഴി വരികയാണെങ്കിൽ നിങ്ങളും ഇവിടുത്തെ മോമോസ് ട്രൈ ചെയ്യണം. ഇതാണ് ഇവിടുത്തെ ഇഡലി പാത്രം. അതാണ് ഇവിടുത്തെ ഇഡലി പാത്രം ചോദിച്ചേ. മോമോസ് പാത്രം സൂപ്പറാ. How is the Josh? കഴിക്കാൻ തടുക്കുന്നുണ്ട് ഇല്ലേ? ഉണ്ട്. ഗ്ലൗസ് ഇട്ടിട്ടും രക്ഷയില്ല. കുറച്ചു സമയം അവിടെ തങ്ങിയതിനു ശേഷം മനാലി ലക്ഷ്യമായി പിന്നെയും യാത്ര തുടർന്നു. ഇടയ്ക്ക് പിന്നെയും എവിടെയോ മനോഹരമായ ഒരു ലൊക്കേഷനിൽ നമ്മൾ ബൈക്ക് നിർത്തി. മഞ്ഞുമൂടിയ ഹിമാചൽ മലകൾ കണ്ട് നമ്മൾ വളരെ എക്സൈറ്റഡ് ആയിരുന്നു. ആ മലകൾക്ക് മുകളിൽ കയറാൻ സാധിക്കുമോ എന്ന് സുരേഷ് ആവേശത്തോടെ എന്നോട് ചോദിച്ചു. മുന്നോട്ടുള്ള യാത്ര എത്തരത്തിലുള്ളതായിരിക്കുമെന്ന് എനിക്കും ഒരു ഐഡിയയും ഇല്ലായിരുന്നു. ഒഴുകിപ്പോയ റോഡുകളുടെ അറ്റകുറ്റപ്പണികൾ അവിടെ ഇവിടെയായി കാണാം. നമ്മൾ മനാലി എത്താറായിരിക്കുന്നു. മാൽ റോഡാണ് ലക്ഷ്യം. കുറച്ചു സാധനങ്ങൾ വാങ്ങാനുണ്ട്. മാൾ റോഡ് കൊണ്ട് മാൾ റോഡ് അതല്ലേ? ഞാൻ ശ്രദ്ധിച്ചില്ല.
വായിക്കാറിയോ? ഹിന്ദി അറിയാവോ? മാൾ റോഡ് മണാലി കഴിക്കുന്നുണ്ടാ മേലോട്ട് അപ്പോ കാണാൻ പറ്റുന്നില്ല. നോക്കട്ടെ. മാൾ റോഡ് മണാലി മണ്ഡൽ ടൗൺ. ആ വിട്ടോ അവിടെ നീ ഊട്ടണീറ്റാ? അവിടെ നീ ഊട്ടണീറ്റ് മേലേക്കോ? അല്ല ചോദിക്കണോ മാൾ റോഡ് എവിടെയാണ് ചോദിക്കണോ? വീടാരും ഉണ്ടോ? भैया माल रोड किधर है? माल रोड ये इस गेट से अंदर जाओ. अभी इधर यू टर्न यहाँ करके से भी जा सकते हैं आप. यहाँ से जा आगे सकते से हैं? लेफ्ट होगा अंदर की तरफ रास्ता. हाँ. मंदिर जो जगह जाएगा. ओके ओके पुलिस वाले खड़े होंगे जहाँ पे ना इससे आगे आगे चौक पे वहाँ से ऊपर अंदर. हाँ ओके ओके. बहुत दूर है इधर से? इधर से कितना दूर है? सेम है 1 किलोमीटर. 1 किलो. അല്പം ആശയക്കുഴപ്പത്തിന് ശേഷം മാൽ റോഡിലേക്കുള്ള വഴി കണ്ടുപിടിച്ചു. ഹിഡിംബ ദേവി ടെമ്പിൾ ഇതിനടുത്താണെന്ന് അറിഞ്ഞ് ഞാൻ വളരെ സന്തോഷിച്ചു. മനാലി എന്ന് പറയുമ്പോഴൊക്കെ ആദ്യം എനിക്ക് ഓർമ്മ വരുന്നത് ഹിഡിംബ ദേവി ടെമ്പിളിനെ കുറിച്ചായിരിക്കും. പിന്നെ ഒട്ടും സംശയിച്ചില്ല, ബൈക്ക് നേരെ ടെമ്പിൾ ലക്ഷ്യമാക്കി വിട്ടു. മാൽ റോഡിൽ നിന്നും ഇവിടേക്ക് അധികം ദൂരമില്ല. ഇടുങ്ങിയതും കുത്തനെയുമായ റോഡിലൂടെ കുറച്ചു ദൂരം നമ്മൾ മുന്നോട്ട് പോയി. എതിരെ വാഹനങ്ങൾ വന്നാൽ ചിലയിടങ്ങളിൽ നന്നേ ബുദ്ധിമുട്ടേണ്ടി വരും. എങ്ങനെയോ നമ്മൾ അമ്പലത്തിന്റെ പരിസരത്തെത്തി. വാഹനം കുറച്ചകലെ പാർക്ക് ചെയ്ത് നടക്കണം. പാർക്കിംഗ് അന്വേഷിച്ച് കുറച്ച് അലയേണ്ടി വന്നു. ഇടുങ്ങിയ റോഡുകളും പാർക്കിംഗ് ഏരിയകളും. ഒട്ടുമിക്ക പാർക്കിംഗ് ഏരിയകളും ഹൗസ്ഫുൾ ആയിരുന്നു. ഇവിടെ അടുത്തുള്ള വീടുകളുടെയും മറ്റും പരിസരങ്ങൾ പാർക്കിങ്ങിനും മറ്റു കച്ചവടങ്ങൾക്കായും ഉപയോഗിക്കുന്നു. അവസാനം പെയ്ഡ് പാർക്കിംഗ് എന്ന ബോർഡ് കണ്ട ഒരു കെട്ടിടത്തിന് മുന്നിലേക്ക് ബൈക്ക് ഓടിച്ചു കയറ്റി. അവിടെ സ്വെറ്റർ തുന്നിക്കൊണ്ടിരുന്ന 2 സ്ത്രീകൾ ഉണ്ടായിരുന്നു. ബൈക്ക് ഒന്നിന് 150 രൂപ അവർ പാർക്കിംഗ് ഫീ ആയി ഈടാക്കി. ബൈക്ക് അവിടെ പാർക്ക് ചെയ്ത് നമ്മൾ അമ്പലത്തിലേക്ക് നടന്നു. പ്രതിഭേട്ടന്റെയും സുരേഷിന്റെയും നടത്തം കണ്ട് എനിക്ക് ഓർമ്മ വരുന്നത് ഹരികൃഷ്ണൻ സിനിമയിലെ മോഹൻലാലിനെയും മമ്മൂട്ടിയാണ്. ഹിഡിംബ ദേവി ടെമ്പിൾ CE 1553 രജപുത്ര രാജാവായ മഹാരാജ ബഹാദൂർ സിംഗ് ആണ് ഈ അമ്പലം നിർമ്മിച്ചത്. കുറച്ചു പുരാണം പറയുകയാണെങ്കിൽ പാണ്ഡവർ രാജ്യഭ്രഷ്ടരാക്കപ്പെടുകയും വനവാസത്തിനായി പുറപ്പെടുകയും ചെയ്തു. കാലനമധ്യേ അവരെ ആക്രമിച്ച ഹിഡുംബൻ എന്ന രാക്ഷസനെ ഭീമൻ വധിച്ചു. ഹിഡുംബന്റെ സഹോദരി ഹിഡുംബിക്ക് ഭീമനോട് പ്രണയം തോന്നുകയും കുന്തിദേവിയെ സമീപിച്ച് തന്റെ ആഗ്രഹം അറിയിക്കുകയും ചെയ്തു. ഹിഡുംബിക്ക് ഭീമനിലുണ്ടായ പുത്രൻ ഘടോൽക്കജൻ മഹാഭാരത യുദ്ധത്തിൽ കൊല്ലപ്പെടുകയും അതീവ ദുഃഖിതയായ ഹിഡുംബി അന്ന് നിബിഡവനമായിരുന്ന മനാലിക്ക് അടുത്തുള്ള ഈ സ്ഥലത്ത് ഒരു ഗുഹയിൽ തീവ്ര തപസ് ചെയ്ത് മോക്ഷപ്രാപ്തി നേടി. പിൽക്കാലത്ത് ഈ സ്ഥലം പുണ്യഭൂമിയായി കരുതുകയും ഹിഡുംബി ദേവിയെ ആരാധിച്ച അവർ അവിടെ അമ്പലം പണിയുകയും ചെയ്തു. മരം ഉപയോഗിച്ച് 4 തട്ടുകളിലായി പഗോഡ രീതിയിലാണ് നിർമ്മാണം. ദേവദാരു മരങ്ങൾ ഇടതൂർന്നു നിൽക്കുന്ന ഈ പ്രദേശം ഡുംഗ്രി വനവിഹാർ എന്നറിയപ്പെടുന്നു. കുറച്ചു നേരം ഞാൻ പുരാണ കഥകളിൽ മുങ്ങിപ്പോയി. ഇന്നിവിടെ നല്ല തിരക്കാണെന്ന് തോന്നുന്നു. ദർശനത്തിനായി നീണ്ട ക്യൂ തന്നെയുണ്ട്. 1992 പുറത്തിറങ്ങിയ റോജ, 2013 യേ ജവാനി ഹേ ദിവാനി എന്നീ സിനിമകൾ ഇവിടെ ചിത്രീകരിച്ചവയാണ്. ഒഴിവക്കിൽ കച്ചവടക്കാരായ സ്ത്രീകളെ കാണാം. ഒരു പ്രത്യേകത ഞാനിവിടെ ശ്രദ്ധിച്ചത് പുരുഷന്മാരായ ഒരു കച്ചവടക്കാരെയും ഇവിടെ കണ്ടില്ല എന്നതാണ്. പരമ്പരാഗത രീതിയിലുള്ള വസ്ത്രം ധരിച്ച പെൺകുട്ടികളെ ഇവിടെ കണ്ടു. ചുവന്ന വൂളൻ തുണിയിൽ തിളങ്ങുന്ന വസ്തുക്കൾ തുന്നിപ്പിടിപ്പിച്ച സ്ത്രീകളുടെ വസ്ത്രത്തിന് പട്ടു എന്നാണ് ഇവിടെ പറയുന്നത്. നമ്മൾ കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കാൻ നാട്ടുകാരായ സ്ത്രീകളുടെ അടുത്ത് ചെന്നു. അവരുടെ കയ്യിൽ തടിച്ചു കൊഴുത്ത മുയലുകളുണ്ട്. 50 രൂപ കൊടുത്താൽ മുയലുകളുടെ കൂടെ ഫോട്ടോസ് എടുക്കാം. ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്ത ഞങ്ങൾ അവരെ വെറുതെ പ്രകോപിപ്പിക്കാൻ തമാശക്ക് വിലപേശി. ये नहीं चाहिए तब लगेगा मेरा तो 100 रुपया 100 रुपया? हाँ
इसका 100 रुपया 200 200 चल ले नहीं, 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 नहीं। केरला का लोग बहुत पैसे वाला होता है चल ले ये അവസാനം പാവങ്ങൾ ചോദിച്ചതിലുമധികം കാശ് കൊടുത്ത് നമ്മൾ മടങ്ങി. വഴിയിൽ ഏകാന്തനായി വെയിൽ കാഞ്ഞ് ഒരു രാജസ്ഥാനി എന്ന് തോന്നുന്ന ആൾ തൻ്റെ പഴഞ്ചൻ സംഗീതോപകരണം മനോഹരമായി മീട്ടിക്കൊണ്ടിരുന്നു. അതിൽ നിന്ന് വന്ന മനോഹരമായ ഹിന്ദി ഗാനങ്ങൾ കേട്ട് കുറച്ചു നേരം ഞാൻ അവിടെ തന്നെ ഇരുന്നു. ആ സുന്ദരമായ ഡുംഗ്രി വനവിഹാർ വിട്ട് നമ്മൾ മുന്നോട്ട് നടന്നു. ബൈക്ക് പാർക്ക് ചെയ്ത വീട്ടുടമയായ സ്ത്രീക്ക് 300 രൂപയും നൽകി മാൾ റോഡ് ലക്ഷ്യമാക്കി നീങ്ങി. ഈ സർക്കിളിൽ നിന്നും മാൾ റോഡിലേക്ക് വൺ വേ ആണെന്നറിഞ്ഞ് സുന്ദരിയായ ട്രാഫിക് പോലീസിനെയും വലം വെച്ച് നമ്മൾ വന്ന വഴിയെ തിരിച്ചു. മാൽ റോഡിൽ നിന്നും കുക്കിങ്ങിനുള്ള ചെറിയ 2 ബോട്ടിൽ ബ്യൂട്ടൈൻ ഗ്യാസ് വാങ്ങി ബാരാലാച്ചയിലേക്ക് അടൽ ടണൽ ലക്ഷ്യമാക്കി നീങ്ങി. ഹിഡുംബ ടെമ്പിളും അതിനു ചുറ്റുമുള്ള ദേവദാരുവനങ്ങളും നിറപ്പകിട്ടാർന്ന വസ്ത്രങ്ങൾ ധരിച്ച ആളുകളും മനസ്സിൽ ആഴത്തിലുള്ള ഓർമ്മകൾ കോറിയിട്ടു. അടുത്ത കഥകൾക്കായി പിന്നെയും മുന്നോട്ട്. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമെന്ന് കരുതട്ടെ.